ചരിത്രമുഹൂർത്തത്തിന്റെ സാക്ഷ്യമായിട്ടാണ് നമ്മുടെ വ്ളോഗ് എന്നുള്ളത്. ഡിസംബർ 15-ന്, അതായത് വൃശ്ചികം 30-ന് ശോഭപ്പറമ്പിൽ നടന്ന നൃത്തമാമാങ്കത്തിലെ നർത്തകിമാരുടെ കൂടിയാണ്. താനൂര് അമൃത വിദ്യാലയത്തിൽ ആണ് ഇവർക്കുള്ള ചമയം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 600ഓളം പേരടങ്ങുന്ന നൃത്തമാമാങ്കം, അതിൽ പങ്കെടുത്ത നർത്തകിമാരാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ വാക്കുകളിലേക്ക് പോകാം. എങ്ങനെ? 601 പേര്. ഓക്കെ. അപ്പൊ ഈ 601 പേരിൽ കുറച്ച് പേരെ നമ്മളെ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവരോട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്? ഒഴൂര് എന്ന സ്ഥലത്ത്. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് നടനം നൃത്ത ഗ്രൂപ്പാണ്. നടനം. അപ്പൊ ഈ നടനം നൃത്ത വിദ്യാലയം അങ്ങനെ ഉണ്ടോ? വിദ്യാലയമുണ്ടോ? ഞങ്ങളൊരു കൂട്ടായ്മയാണ്, ഗ്രാമത്തിലെ കുറച്ച് പേര് ചേർത്തുള്ള ഒരു കൂട്ടായ്മയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നടനത്തിലെ കുറച്ച് ചേച്ചിമാരാണ് നമ്മളെ കൂടെ ഉള്ളത്. ഈ 601-ല് കുറച്ച് പേര്, ഞങ്ങള് 23 പേര്, 18 അമ്മമാരും 5 കുട്ടികളും. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? നല്ല എക്സ്പീരിയൻസ്, സൂപ്പറായിരുന്നു. ഇത് എത്ര ദിവസം എടുത്തിട്ടാണ് നിങ്ങളത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്? 3 മാസമായി. 3 മാസം. 3 മാസമായിട്ട് ഏകദേശം ഒരു ദിവസം 1 മണിക്കൂർ എന്നുള്ളതൊക്കെ ഷെഡ്യൂളിലേക്ക്. ഇത് ടീച്ചർ ഇവിടെ പഠിപ്പിക്കുമ്പോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാവർക്കും വരാൻ പറ്റിയില്ലെങ്കിൽ മാറി മാറി പലരായിട്ട് വരും. അത് കഴിഞ്ഞ് ഞങ്ങള് അവിടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ ഓക്കെ. ഇപ്പൊ അപ്പൊ ഇതിന്റെ കോസ്റ്റ്യൂം ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്തു? ആണല്ലേ, കളറൊക്കെ അവരങ്ങനെ സെലക്ട് ചെയ്തിട്ട്? അതൊക്കെ ഇവിടുന്ന് തന്നെയാണ് സെലക്ട് ചെയ്തത്, സംഘാടകര്. അപ്പൊ നിങ്ങളെ ഈ മറ്റേ ഈ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങള് എല്ലാവർക്കും ടീച്ചർ എല്ലാറ്റിനും ഒരു നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്യാനുണ്ടായത്. ഓരോ ഗ്രൂപ്പിലുള്ളവരും സ്വന്തമായിട്ട് ചെയ്തവരും ഉണ്ട്, ആളെ വെച്ച് ചെയ്യിച്ചവരുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ കുറെ പേരുണ്ടാവുമ്പോ ഒറ്റയ്ക്ക് പറ്റാത്തത് കൊണ്ട് ആളെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്, ഡ്രസ്സ് സാരിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അമ്മമാര് മുതൽ കുട്ടികൾ വരെ നമ്മുടെ ഈ നടനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 70 വയസ്സ് വരെ ഉള്ള അതിനുള്ളിലുള്ള ആളുകളാണ്. 4 വയസ്സ് മുതൽ 70 വയസ്സ് വരെ. 4 വയസ്സ് മുതൽ 70 വയസ്സ് വരെ. ഓക്കെ ഓക്കെ. ദേവിയുടെ അരങ്ങത്തേക്ക് എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ആശയം. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഈ വൈകിയ വേളയിൽ നമുക്കൊരു എന്താ പറയാ ഒരു ഇന്റർവ്യൂ തന്നതിന് വളരെ നന്ദിയുണ്ട്. എല്ലാരും വലിയ ഉയരങ്ങളിൽ എത്തട്ടെ. ഇതുപോലെ ഇനിയിപ്പോ അടുത്ത് ഇതിന്റെ ഒരു ബാക്കി ഭാഗം പ്രതീക്ഷിക്കും. എന്തായാലും തീർച്ചയായിട്ടും അന്ന് നമ്മളെ ചാനൽ സൂപ്പറായിട്ട് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് അടുത്ത വർഷം നമുക്ക് വീണ്ടും കാണാം. ശരി, ഒരുപാട് നന്ദി.